എയിലൂടെ പോകുന്ന ഈ ഒരു ലൈൻ നമ്മൾ പറയുന്ന പേരാണ് ഈ ഒരു ലൈനാണ്. ഈ ഒരു ലൈനാണ് ആരെന്ന് പറഞ്ഞാൽ മീഡിയൻ. എന്താണ് ഈ മീഡിയൻ എന്ന് പറഞ്ഞാൽ? എയുടെ ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് ആരാണ്ടാ? ബി സി അല്ലേ? ഈ ബി സിയുടെ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകുന്ന ആ ഒരു ലൈനെ പറഞ്ഞ പേരാണ് എന്ത്? മീഡിയൻ. അപ്പോൾ അത് എയിലൂടെയാണെന്ന് പറയുമ്പോൾ എയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ലൈൻ ഏതാണ്ട്? അത് ബി സി ആണ്. അപ്പോൾ ബി സിയുടെ മിഡ് പോയിന്റിലൂടെ എന്താണ് പാസ് ചെയ്ത് പോകുന്ന ലൈനാണ്. ആ ലൈൻ നമുക്കിപ്പോൾ എന്തോ ഒരു പേര് കൊടുക്കാം? ഡി എന്ന് പേര് കൊടുക്കാം. എ ഡി. ചുരുക്കം പറഞ്ഞാൽ ഡി എന്താണ്? ഡി ഒരു മിഡ് പോയിന്റ് ആണ്. ഡി എന്താണ്ടാ? മിഡ് പോയിന്റ്. അപ്പോൾ മിഡ് പോയിന്റ് കോർഡിനേറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? മിഡ് പോയിന്റ് കോർഡിനേറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. മിഡ് പോയിന്റ് കോർഡിനേറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? രണ്ട് ലൈൻ ഉണ്ട്, എയും ബിയും. എ എന്ന് പറഞ്ഞാൽ x1, y1ഉം ബി എന്ന് പറഞ്ഞാൽ എന്താണ്? s2, y2 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മിഡ് പോയിന്റ് ആയിട്ടുള്ള സി എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? x1 + s2/2, y1 +